മരണങ്ങൾ പലവിധമാണല്ലോ, പലതരത്തിലുള്ള മരണങ്ങളാണ്. ഏറ്റവും ദയനീയമായിട്ടുള്ള മരണം എന്തായിരിക്കും? അത് തീപ്പൊള്ളലേറ്റ്, സ്വയമായി തീപ്പൊള്ളലേറ്റ് ആത്മഹത്യ ചെയ്യണ മരണം, അല്ലെങ്കിൽ തീപ്പൊള്ളലേൽക്കുക. കാരണം ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകുന്ന ആ സാഹചര്യം വരെ ഓരോ സെല്ലുകളും വേദന അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ജലാംശവും പറ്റി നമ്മുടെ നെയ്യൊക്കെ ഉരുകി, ശരീരത്തിൽ നെയ്യൊക്കെ ഉരുകി ആ വേദന അതൊരു അസഹനീയമായ വേദന തന്നെയാണ്. വേദന അനുഭവിച്ചവർക്ക് മാത്രം അറിയാം. ഈ പെട്രോൾ ഒഴിച്ച ആത്മഹത്യ ചെയ്യല്, അത് കത്തിച്ചു കൊല്ലല്, അത് തീ വളർന്നിട്ടുള്ള എല്ലാ ആത്മഹത്യകളും മറ്റുള്ള ആത്മഹത്യകളെ സംബന്ധിച്ച് അല്പം വേദനാജനകമാണ്. ആണല്ലേ? ഇത് ഇങ്ങനെ തീപ്പൊള്ളലേറ്റ് മരിക്കുന്ന മൃതദേഹങ്ങൾ ചാരമായിരിക്കും ഉണ്ടാവുക അതോ? അല്ല, അതൊന്നും ഉണ്ടല്ലോ അങ്ങനെ പൂർണ്ണമായിട്ട്. അത് അതൊക്കെ സിനിമ കാണണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നല്ല അതൊന്നും പറയാൻ പാടില്ല. ഇട്ടിട്ട് ഉരുക്കി കത്തിച്ചളയേണ്ടി വരും വേറെ സാധനങ്ങളൊക്കെ ചെയ്ത്. എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ട് ചാരമായി മാറുള്ളൂ. ഒരു മൃതദേഹത്തെ വെറുതെ ഇട്ട് കൊന്ന് കത്തിച്ചിരിക്കുമ്പോൾ വേറെ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് എന്നാൽ മാത്രമേ പെട്ടെന്നൊന്നും അങ്ങനെ പൂർണ്ണമായിട്ട് എല്ലാം കത്തി പോവില്ല. വിറകിൽ കത്തിക്കണതും ചിത ഉരുക്കണതും ഒരാൾ കൊന്ന് കത്തിക്കണം നമ്മൾ രണ്ടാ വ്യത്യാസമുണ്ട്. പിന്നെ കൊന്ന് കത്തിക്കുമ്പോൾ ആ നിമിഷം ആ കൊല്ലുന്ന വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു സമയത്തുണ്ടാവുന്ന മാനസിക വൈകൃതം, ദേഷ്യം, ഭയം, സമീപത്തുള്ള ചുറ്റുപാടുകളിലുള്ള ശ്രദ്ധ, ഇതൊക്കെ കേന്ദ്രീകരിച്ചും അതേ നേരെ വിട്ട് കത്തിച്ച് അവിടെ നിൽക്കാനും പറ്റില്ല അല്ലേ? അങ്ങനെ ഇട്ട് കത്തിക്കും. അപ്പൊ പൂർണ്ണമായിട്ട് ഒരു മൃതദേഹം നശിച്ച് നമ്മളും കിട്ടിയിട്ടില്ല. ഈ മൃതദേഹം കത്തിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന അങ്ങനെയുള്ളത് അതൊക്കെ അതൊക്കെ ഉണ്ടോ? എഴുന്നേറ്റൊക്കെ നിൽക്കും. അതൊക്കെ നമ്മൾ വലിഞ്ഞു മുറുകണം. നമ്മുടെ ശരീരത്തിൽ കയറിക്കണ മരുന്നിന്റെയോ അല്ലെങ്കിൽ രക്തത്തിന്റെ അളവ് കൂടുതലുണ്ടെങ്കിലോ അല്ലെങ്കിൽ പേശികളുടെ വലിമുറുക്കം വല്ല സർജറി ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഒരുക്കി സാദൃശ്യമല്ല, അതുപോലെ മനുഷ്യ ശരീരവും രൂപസാദൃശ്യമൊക്കെ ഒരു മാറും. ചിലപ്പോൾ പാതിച്ച് നടുവ് എഴുന്നേറ്റ് വരും, കൈയൊക്കെ അപ്പം അതിൻ്റെതായ സജ്ജീകരണം ഉപയോഗിച്ച് ചില കമ്പിയോ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയറിൽ ഉദ്ദേശിക്കുന്ന ശ്മശാനത്തിൽ വലിയ പ്ലെയർ ഉണ്ട് അവിടെ കിടക്കേണ്ടത്. ആ പ്ലെയർ നമ്മൾ നിവർത്തി കാല് വെച്ച് അടുത്ത വിറക് അതിൻ്റെ മുകളിൽ കയറ്റി വെക്കും. ഇനിയിപ്പോൾ ഗ്യാസൊക്കെ ആണെങ്കിൽ നമ്മൾ കാണുന്നില്ല, ഇലക്ട്രിക്കാണ് കാണില്ല, അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ട് പൊങ്ങി കഴിഞ്ഞ് പോവുകയാണ്. വിറകാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതൊക്കെ നേരിട്ട് കാണാൻ കഴിയുള്ളൂ, കാരണം ഉപരിതലത്താണ്, മോൾ ഭാഗത്താണ്. ഇപ്പം കൂടുതലും ശ്മശാനങ്ങൾ ഗ്യാസും ബർണറിൽ അടച്ച് കൊണ്ട് പുറത്തൊന്നും കാണുന്നില്ല. ഈ സമയം കത്തുമ്പോൾ നമ്മുടെ പേശികളൊക്കെ വലിഞ്ഞു മുറുക്കി അത് എഴുന്നേറ്റ് ചിലപ്പോൾ വിദ്യാനങ്ങൾക്ക് കൈയൊക്കെ തിരിയും, കൈയൊക്കെ തന്നെ പോകും ചിലപ്പോൾ. അത് ശരിക്കും ഇപ്പൊ ചേട്ടന് പേടിയില്ല എന്ന് പറയാം, കണ്ടു നിൽക്കുന്ന സഹായികൾ ആൾക്കാർക്കൊക്കെ വിചാരിക്കുമ്പോൾ പേടിയുണ്ട്. അങ്ങനെ സഹായം ഉണ്ടായിരുന്നു, ഒരാൾ പേടിച്ച ഒരാളുണ്ടായിരുന്നു. ഇന്നും അയാൾ ഇപ്പൊ ഇവിടെ ഇല്ല, അയാളിപ്പോ കാലങ്ങളായിട്ട് ഇപ്പൊ തേനി പോയി കിടക്കേ. എന്റെ കൂടെ എന്റെ ആശാന്റെ മകനാണ് വന്നുകൊണ്ടിരുന്നത്. അത് കത്തി കണ്ടതല്ല, അല്ലാതെ കണ്ടതാണ്. അദ്ദേഹം ഞങ്ങള് ഒരാളുടെ പേരെടുത്ത് പറയാമല്ലോ, ഒരു ഉദ്യോഗസ്ഥർ സാറാണ്, പോലീസിൽ റിട്ടയറായ മനുഷ്യൻ, ഇപ്പൊ റിട്ടയർ ആയ അദ്ദേഹം വലിയൊരു പുണ്യപ്രവർത്തി ചെയ്തോണ്ടിരിക്കണ. ഈ നമ്മളെ ഏറ്റെടുക്കുന്ന മൃഗങ്ങളില്ലേ, അച്ഛനമ്മയും മക്കൾക്ക് വിദേശത്ത് വരാൻ പറ്റൂല, എവിടെയും കൊണ്ട് കുളിച്ചിട്ടോളം പറയണ ഒരു ഉണ്ടാവും. അവരിവിടെ എല്ലാം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, അച്ഛനമ്മേനെ തള്ളി പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും നമ്മൾ ഏറ്റെടുക്കുന്ന മൃഗങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അടക്കം ചെയ്യാൻ ശ്മശാനങ്ങൾ തരൂല, നമുക്ക് കത്തിക്കാം. പക്ഷെ ഇവര് പറഞ്ഞിട്ടുണ്ടാവും, ബന്ധുക്കളോ മകനോ മകളോ പറഞ്ഞിട്ടുണ്ടാവും കത്തിക്കരുത്, കുഴിച്ചിടണം, അതിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് വേണം, ഇതൊക്കെയാണ് അവർക്ക് ആവശ്യം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു സാറിനെ വലിയൊരു ഉദ്യോഗസ്ഥനെ നമ്മൾ ആശ്രയിക്കുന്നു. ഇപ്പൊ കുറച്ചാൾ മുമ്പ് അത് റിട്ടയർ ഒരു IPS ഓഫീസറാണ്, അദ്ദേഹത്തിന്റെ പറമ്പ് അദ്ദേഹം നമുക്ക് ദാനം നൽകിയിരുന്നു കത്തിക്കാൻ. അതായത് പിന്നെ 2-3 അടക്കം ചെയ്യാനും. അപ്പൊ ആ ഒരു മൂലൊക്കെ നമ്മൾ കത്തിക്കണോടത്തു നിന്ന് കുറച്ച് മാറിയാണ് നമ്മളൊരു ടാങ്ക് അദ്ദേഹം നിർമ്മിച്ചു തന്നിരുന്നത്. ഒരു 6 അടിക്കുള്ള ടാങ്ക് നിർമ്മിച്ചിരുന്നു. അത് ഇട്ടിട്ട് സാവിട്ട് മൂടി അതിന്റെ മേളിൽ കുറച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ പരിസരങ്ങളിലും അറിയൂല, നിങ്ങൾക്ക് കത്തിച്ച് പോകാൻ പായാത്രേ നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആശന്റെ മകനായിട്ട് ഒരു മൃതദേഹം ഏറ്റെടുത്തിട്ട് അന്ന് ഞാൻ മറ്റൊരു വാഹനം ഓടിക്കുന്ന സമയത്താണ് 2 മണിയപ്പോ ശ്മശാനത്തിലേക്ക് പോയി. ശ്മശാനമല്ല, ഞാൻ പറയുമ്പോൾ ശ്മശാനം എന്ന് പറയുന്നത് അതൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്. പറമ്പിലേക്ക് പോയി. അപ്പൊ ചിത ഒരുക്കിയേക്കണ സ്ഥലം കത്തിക്കാൻ വേണ്ടി അത് ഏറ്റെടുത്തതായിരുന്നു. ചിത ഒരുക്കിയേക്കണ സ്ഥലം ഞങ്ങൾ ആംബുലൻസ് എടുത്താൽ നമ്മളൊരു 1/2 കിലോമീറ്റർ ദൂരമുണ്ട്, കാരണം വണ്ടി അങ്ങോട്ട് പോകില്ല, ചുമന്നുകൊണ്ടാണ് പോകുന്നത്. ഈ വണ്ടി ഇറങ്ങുന്നത് വഴിയൊന്നുമില്ല, പറമ്പിൽ കൂടിയുള്ള തന്നെ, അപ്പോൾ വഴിയും കൃത്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബാക്ക് റിവേഴ്സ് എടുത്ത് വന്നപ്പോഴേക്കും ഒരു ചെറിയൊരു തിണ്ടുമ്പോൾ മുട്ടി. ഇന്നിപ്പോൾ നമ്മളെ വണ്ടി അവിടെ നമുക്കറിയാൻ പറ്റി, ഇനി അങ്ങോട്ട് ഇറങ്ങിയാൽ ശരിയാവില്ല. അപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടിട്ട് ഞാൻ പറഞ്ഞു ഇവനോട് പറഞ്ഞു ഇവിടെ ഇരിക്കും, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇവിടെ ഇരിക്കും. ഞാൻ പോയി അവർ ചിതൊരിക്കൊക്കെ ഉണ്ടാകും നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ പോയപ്പോൾ കാണുമ്പോൾ അവിടെ ചിതൊരുക്കി വെച്ചവർ പോകും. അവർ 5 മണിയാകുമ്പോൾ 6 മണിയാകുമ്പോഴേക്കും അവർ വന്ന് ചിതൊരുക്കി അപ്പം തന്നെ അവർ പോകും. 5 മണി 6 മണിയാകുമ്പോഴേക്കും ഇരുട്ടാകുമ്പോഴേക്കും വരുള്ളൂ. പോകും. അവിടെ ഒരു ബൾബ് ഇട്ടുണ്ടാവും, 100 വാട്ട്സിൻ്റെ ബൾബ് ഇട്ടുണ്ടാവും. ആകെയുള്ള മോട്ടോർ ഷെഡിൽ നിന്നൊരു വെട്ടം. ഇതനുസരിച്ച് ഞാൻ തിരിച്ചു വന്ന വഴിക്ക് വണ്ടിയുടെ സമസ്ത ലൈറ്റ് വിട്ടിട്ട് മൃതദേഹം ബാക്കിൽ സ്ട്രെച്ചറിൽ എഴുന്നേറ്റൊക്കെ
ഇത് ഇത്ര മഴ എഴുന്നേറ്റൊക്കെ കാലൊക്കെ കെട്ടിയോടെ ബെൽറ്റ് ഇവിടുത്തെ ബെൽറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ മരിച്ചില്ലായിരുന്നോ? മൃതദേഹമാണ്, മരിച്ചെടുക്കണ വ്യക്തിയാണ്, മൃതദേഹമാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിഗമനം ആളെന്നെ അവിടെ തൊട്ട് ഒരു ഇങ്ങോട്ട് എത്തി, പകൽ ഇവിടെ തിരിച്ചെത്തി വരെ എന്നെ തെറി പറഞ്ഞു. അതെങ്ങനെയാ കത്തിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിൽക്കുന്നത്? അതെന്താ സംഭവം എന്നല്ല, ആംബുലൻസിൽ വെച്ചുള്ള കാര്യം പറഞ്ഞാ. ഞാൻ പോയിട്ട് തിരിച്ചു നോക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച സ്ട്രെച്ചർ താഴത്തോട്ട് ഇറങ്ങിയിട്ട് മൃതദേഹം എഴുന്നേറ്റിരിക്കുന്നത്. എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് എഴുന്നേറ്റല്ല, സ്ട്രെച്ചറിന്റെ മൃതദേഹം എടുത്തിട്ട് ഈ ഇത്ര ഭാഗത്ത് ഞാൻ നേരെ ഇരിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ തല കൊഴിഞ്ഞു പിടിച്ച് പിരിന്ന് കാണിക്കേണ്ട പൊസിഷൻ കാണിക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ആള് ഡ്രൈവിംഗ് സീറ്റിൽ കയറി നിന്നിട്ട് എല്ലാ ലൈറ്റും ഒക്കെ ഇട്ട് വെച്ചേക്കാണ്. ആളവിടെ കൂട്ടി നല്ല തെറി പറിച്ചിലാണ്, എന്താ കാര്യം എന്ന് അറിയില്ല. ആള് ഭയന്ന് പോയതാ. ആൾ ഇന്നുവരെ എൻ്റെ കൂടെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു നിഗമനം മാത്രമാണ് അതിൽ ഞാൻ വീട്ടുകാരോട് പറഞ്ഞത്. എന്താ വീട്ടുകാരോട് എന്താ പറ്റിയെന്ന് ചോദിച്ചാലും 2 ദിവസമൊക്കെ ഈ തെറി പറിച്ചിലായിരുന്നു. ആള് ശരിക്കും പേടിച്ചു പോയി. പിന്നെ ഇന്ന് വരെ ആൾ ഇവിടുന്ന് പോയി, തേനി പോയി. എപ്പോഴും ഇടക്ക് വിളിക്കാറുണ്ട്, വരൂല, വന്നിട്ടേ ഇല്ല. അതൊരു പേടിയിട്ട് പോയത് ആള്. ആ പേടി മാറണമെങ്കിൽ പെട്ടെന്ന് മാറൂല. ഞാൻ കണ്ട സമയത്ത് ആൾക്ക് ഡ്രൈവിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ്, വണ്ടി ഓടിക്കാൻ അറിയില്ല. അപ്പം ആള് എന്താന്ന് പറഞ്ഞാൽ ആളുടെ തൊഴിലുകൊണ്ട് ചെരുപ്പ് കുത്തുന്ന തൊഴിലാളില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം നമ്മൾ മൃഗങ്ങൾ എടുക്കാൻ നമ്മുടെ കൂടെ വന്നത്. അപ്പൊ വണ്ടിയൊന്നും ഇല്ലാത്തൊരു, ആരും കൊടുക്കാത്ത, ഒരാളും കൊടുക്കൂല, വണ്ടിയൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ള. അപ്പൊ ഞാൻ എന്തോ പോയപ്പോ ഞാൻ ഇട്ട പോലെ അല്ല വണ്ടി കിടന്നത്. ആളും ചുമ്മാ വണ്ടി കയറി ന്യൂട്രൽ ആക്കിയിട്ടുണ്ടാവാം, വണ്ടി ചിലപ്പോ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും. സ്ട്രെച്ചറിന്റെ ലോക്ക് അഴിച്ച് മാറ്റിയതുകൊണ്ട് ഈ വണ്ടി ഇറങ്ങി വന്നപ്പോ ഈ വണ്ടി തിണ്ടുമ്പ മുട്ടിയൊക്കെയാണ്. അപ്പൊ സ്ട്രെച്ചർ ഇറങ്ങി പോണ വേഗത്തിൽ ബെൽറ്റ് ലൂസായിട്ട് മൃതദേഹം പോകുന്നതാ. ഇതാണ് യാഥാർത്ഥ്യം സംഭവിച്ചേക്കാം. പക്ഷെ ആള് ചിന്തിച്ചത് മൃതദേഹമാണ്. ആള് വന്നൊന്നുമില്ല. പിന്നെ ഞാനത് സ്ട്രെച്ചറിൽ കെടുത്തി, അത് കയറൊക്കെ ഇട്ട് ടയർ ഭാഗം മാറ്റി കെടുത്തിട്ട് ബെൽറ്റൊക്കെ ഇട്ട് ശരിക്കും കെട്ടിട്ട് ഒരു കയറിട്ട് വലിച്ച് ചിതവരെ കൊണ്ട് കയറ്റേണ്ടി വന്നു. അപ്പൊ പേടിച്ചു പോയതാ. പേടി കിട്ടിയെന്ന് വെച്ചാൽ അങ്ങനെ പേടി കിട്ടിയവരുണ്ട്, പിന്നെ 2-3 പേര് പേടി കിട്ടി നിർത്തിയവരുണ്ട് ചില സാഹചര്യങ്ങളിൽ. നമുക്കിതിന് കൃത്യമായിട്ടുള്ള വേതനം ഉണ്ടോ? ശരിക്കും ഇല്ല, വേതനമില്ല. ഇതിൽ ജീവിക്കുന്ന സാറുമാരുള്ളതുകൊണ്ടാണ്. ഒരു കുഴപ്പമില്ലാണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട്. ഇപ്പൊ അതിന് വെഹിക്കിൾമാരും പോലീസുകാരും ഫയർഫോഴ്സുകാരും RPF ഒക്കാരും അത്യാവശ്യം കുടുംബം ഇതുവരെ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷം വരെ എല്ലാത്തിനും സഹായിച്ചിട്ടുണ്ട്. വർക്ക് എടുക്കും ചിലപ്പോൾ. വർക്ക് അതിന് പണിക്കാശ് ചോദിക്കും, പണിക്കാർക്കൊക്കെ ആളണം. ചിലവരെയും പഴക്കമുള്ളതാണെങ്കിൽ എന്നെ കൂടെ ഒറ്റക്ക് മൃതദേഹം ബാക്കി എല്ലാത്തിനും പൊക്കാൻ പറ്റൊന്നുമില്ല. അപ്പൊ അവരടുത്ത് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ഉണ്ടാകുന്ന ഞങ്ങൾ പണിക്കാരെ വിളിക്കണോ? അപ്പൊ അതിനൊക്കെ പൈസ നമ്മൾ അവരടുത്ത് ചോദിക്കും, അടക്കം വരെ ഞങ്ങൾ ചെയ്യണോ? അത് നിങ്ങൾ ചെയ്തോളൂ. അടക്കം വരെ ചെയ്യണമെങ്കിൽ ഞങ്ങളെ ചിലപ്പോൾ കുഴിയിൽ വെക്കണമെങ്കിൽ കുഴിയിൽ വെക്കണ വരെയുള്ള കാര്യങ്ങൾ, അതിൽ അവസാനം ഒരു പിടി മണ്ണിടുന്ന വരെ കാര്യങ്ങൾക്ക് ക്രൈസ്തവ സഭക്ക് ആണെങ്കിൽ ക്രൈസ്തവ സഭക്ക് അങ്ങനെ വെക്കും. ഹൈന്ദവ സഭക്കൊക്കെ ആണെങ്കിൽ ശ്മശാനത്തിൽ മൃതദേഹം ഇവിടെ ഇപ്പോൾ ബർണറാണെങ്കിൽ ബർണർ, പിന്നെ ചിതയിലാണെങ്കിൽ ചിതയിൽ കയറ്റി വെക്കണവരെ നിൽക്കും. ഇസ്ലാം സമൂഹത്തിനാണെങ്കിൽ ഓരോ മതവിശ്വാസത്തിന് അതിൻ്റെതായ മതവിശ്വാസം എവിടെ ആരംഭിക്കുന്നു അവിടെ വരെ ഞങ്ങളുണ്ടാവും, അതുവരെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ എടുക്കും. അതിപ്പോൾ എല്ലാം ഉണ്ടായെന്ന് പറയില്ല, 10 പുറമൊക്കെ കിട്ടുള്ളൂ. ജീവിതമാർഗം എന്ന് പറയാൻ വേണ്ടി അതിനാണ് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നുള്ള സാറുമാരുള്ളവരുണ്ട്. കുഴപ്പമുണ്ടായില്ല. എല്ലാത്തിനും ആവശ്യങ്ങൾ. ഒരു ഇന്റർവ്യൂവിന് താഴത്തെ കമന്റിൽ ഞാൻ ഒരാളുടെ കമന്റ് വായിച്ചതാ. അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ ഇന്റർവ്യൂ കണ്ടിട്ട് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു കുറച്ച് ക്യാഷ് കൊടുക്കാനായിട്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് പാവപ്പെട്ട ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് കൊടുത്തോളൂ എന്നാ. അതിൽ യാഥാർത്ഥ്യം? അതെന്നെ വിളിച്ചിരുന്നു, ഒരു അമ്മയും വിളിച്ചിരുന്നു. അതെയോ? നമുക്ക് പണത്തിന്റെ ആവശ്യം വന്നില്ല, ശരിക്കും പണത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഇതുവരെ പണത്തിന്റെ ആവശ്യമായിട്ട് വന്നിട്ടില്ല. ആവശ്യം വരാറുണ്ട്, അത് കാര്യം അനാഥ മൃതങ്ങൾ വരുമ്പോഴാണ്. ചേട്ടന്റെ മറുപടി കോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു പ്രത്യേകമായി, അർഹതപ്പെട്ടവർക്ക് കൊടുക്കൂ, എനിക്ക് പൈസയുടെ ആവശ്യം. വിളിക്കാറുണ്ട്, ഇങ്ങനെ ചാനൽ വിളിക്കാറുണ്ട്, കുറേ സാധനം വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട. എന്നാലും ചിലവർ ആയിരിക്കും, നമുക്ക് വലിയ മൃതത്തിനെടുത്തോളാം, തുണിയൊക്കെ വാങ്ങിച്ചോളാം. നമുക്ക് ഏറ്റവും ഇപ്പൊ നിലവിൽ മൃതദേഹത്തിന് കിട്ടാത്ത ഒരു ബോഡി ബാഗ് എന്ന് പറഞ്ഞൊരു ബാഗ് ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നതാണ്. പല ആൾക്കാർ സിനിമയെ കണ്ടിട്ടുള്ള സാധനം. ഇപ്പൊ അത് സ്റ്റോക്ക് നിർത്തി. അപ്പൊ അങ്ങനെ അതന്വേഷിച്ച് വന്നപ്പോ ഒരു സാറ് പറഞ്ഞു, പൈസ എത്രയും തരാം, ഒരു കുഴപ്പമില്ല, എത്ര മണി വാങ്ങിച്ചോ പൈസ തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ ആയിട്ടൊന്നും വേണ്ട, അദ്ദേഹത്തിന് വാങ്ങിച്ചു തരാനും ബുദ്ധിമുട്ടുണ്ട്. പൈസ ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞോണ്ടാ. അത് എന്തോരം മണി വാങ്ങിച്ചാൽ റെഡിയായിരുന്നു, ഒരു കുഴപ്പമായിരുന്നു. എപ്പോഴും വിളിച്ചോളാം അദ്ദേഹം പറഞ്ഞു. എപ്പോഴും എടുത്ത് ചാറ്റും ചെയ്യും. പൈസയുടെ ആവശ്യം വരാത്തോണ്ടാണ്, പൈസക്ക് ആവശ്യത്തിലും വന്നല്ല. ഇത് വാടക വീടല്ലേ? വാടക വീടാണ്. സ്വന്തമായിട്ട് വീട് വിറ്റിട്ടാണ് വാടക വീട്ടിലേക്ക് വന്നത്. ആണോ? എനിക്ക് ശ്മശാനത്തിലൊക്കെ ഇതുണ്ടായിരുന്നു. എനിക്ക് ഒരു 6 ലക്ഷം രൂപ എല്ലാ ശ്മശാനത്തിലും കൂടി എനിക്ക് ശ്മശാനത്തിൽ കടം തരും. കടം തരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുക വരുന്ന അവിടെ തരാന്നല്ല, എനിക്കൊരു മൃതദേഹം കടമായിട്ട് അടക്കം ചെയ്യാം. ഒന്നില്ല, എനിക്ക് പൈസ ഉള്ളപ്പോൾ കൊടുത്താൽ മതി. അനാഥ മൃതദേഹങ്ങൾ കടം തീർക്കാനാണ് സ്വന്തം വീട് വിറ്റത്. എല്ലാ മൃതദേഹങ്ങളും അടക്കം ചെയ്തപ്പോൾ എനിക്ക് എല്ലായിടത്തും ബാധ്യത നല്ലൊരു എമൗണ്ട് ബാധ്യത. അപ്പോൾ പല ശ്മശാനങ്ങളിലും ചിലവർ പഞ്ചായത്തിൽ നിന്ന് ഇത്ര വർഷത്തേക്ക് കരാർ എടുക്കണ്ട, കരാർ തീർത്തുമ്പോൾ ബാധ്യത തീർക്കണം.
അപ്പം അങ്ങനെ ഇപ്പോൾ ചന്ദ്രചേനൊക്കെ അമ്പാട്ടോ ശ്മശാനം 2.5 ലക്ഷം രൂപയുടെ ശ്മശാനം എനിക്ക് വേണ്ടി കത്തിച്ചിട്ടുള്ള 2.5 ലക്ഷം രൂപ അടുത്ത് വില വരുന്ന മൃതദേഹങ്ങൾ കത്തിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഏറ്റെടുക്കുന്ന മൃതദേഹങ്ങൾ ഒരു മൃതദേഹം കത്തിക്കുമ്പോൾ കുറഞ്ഞത് 4,000 രൂപയോളം ചിലവുണ്ട്. അപ്പോൾ അത്രയും ഒന്ന് ആലോചിച്ച് എത്ര വർഷം കൊണ്ട് അദ്ദേഹം ഒരു 15-20 വർഷമായിട്ട് അമ്പാട്ട് മാത്രം നടത്തിക്കൊണ്ടിരുന്ന പുള്ളി ഒഴിഞ്ഞു പോയപ്പോൾ അങ്ങനെ കുറേ ബാധ്യത വന്നപ്പോൾ വീട് കൊണ്ടുവന്നു. അപ്പോൾ സാറുമാർ തന്നെ സഹായിച്ച നമ്മൾ 4 സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു സാറ് വീട് വെക്കാൻ സഹായിച്ച് അദ്ദേഹം പൈസ തന്നു. മൊത്തം ബാധ്യത തീർത്തു. എല്ലാ ശ്മശാനത്തിലും ബാധ്യത തീർത്തു. ഇനി ഇപ്പോൾ വന്ന ബാധ്യതകൾ മാത്രമേ ഉള്ളൂ ശ്മശാനത്തിൽ. അതും ഇതിലേതെങ്കിലും സാറുമാർ സഹായിക്കാറുണ്ട്.